ദൈവത്തിന് സ്തുതി. പ്രിയമുള്ളവരെ, നിങ്ങൾ കേൾക്കുന്നത് നമ്മുടെ ദിവ്യനാഥ വൈദികരോട് സംസാരിക്കുന്നു എന്ന മരിയൻ സന്ദേശ ഗ്രന്ഥത്തിൻ്റെ വായനയാണ്. ഇന്ന് ദിവസം 24. ഈ സന്ദേശങ്ങൾ പരിശുദ്ധ അമ്മ ഫാദർ സ്റ്റെഫാനോ ഗോപി എന്ന വൈദികന് നൽകിയവയാണ്. അന്ത്യകാലഘട്ടത്തിലേക്ക് നമ്മെ ഒരുക്കുന്നതിനായി അമ്മ നൽകിയ ഈ സന്ദേശങ്ങൾ വൈദികർക്കെന്നതുപോലെ തന്നെ മറ്റെല്ലാവർക്കും ബാധകമാണ്. പരിശുദ്ധ അമ്മയുടെ ഈ സന്ദേശങ്ങൾ നിങ്ങൾക്ക് തുടർന്ന് ലഭിക്കണമെങ്കിൽ ദയവായി ഈ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക. അമ്മയുടെ ഈ സന്ദേശങ്ങൾ ഷെയർ ചെയ്ത് നമുക്കും സുവിശേഷവൽക്കരണ ദൗത്യത്തിൽ പങ്കാളികളാകാം. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ദയവായി കമൻറ്റ് ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമുക്ക് വായനയിലേക്ക് പ്രവേശിക്കാം. ഡേ 24, ജൂലൈ 16, 1976. കർമ്മല മാതാവിൻ്റെ തിരുനാൾ. 103. മക്കളുടെ അനുസരണ ചൈതന്യത്തിൽ. എൻ്റെ മാതൃലാളനയേറ്റ് വളരുന്ന മകനെ, ബാഹ്യവസ്തുക്കളാലും മാനുഷിക സംഭവങ്ങളാലും നീ പതറരുത്. നീ പ്രാർത്ഥനയിൽ എൻ്റെ ഹൃദയത്തിന് സമീപം ആയിരിക്കുക. നിങ്ങളുടെ യഥാർത്ഥ അമ്മ എന്ന നിലയിൽ നിങ്ങൾക്ക് വേണ്ട സർവസ്വവും, നിങ്ങൾ കാണേണ്ട ആളുകൾ, നിങ്ങൾ പോകുന്ന പരിതാവസ്ഥകൾ, നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്നിവയെല്ലാം ഞാൻ തന്നെ ക്രമപ്പെടുത്തുന്നു. ആകയാൽ പിതാവ് നിങ്ങൾക്ക് തരുന്നതും മാതാവ് നിങ്ങൾക്കായി ഒരുക്കുന്നതുമായ ഇപ്പോഴത്തെ നിമിഷങ്ങൾ വിശ്വസ്തയോടെ ജീവിക്കുന്നതിന് നിങ്ങൾ സ്വയം പരിശീലിക്കുക. എൻ്റെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിതരായിരിക്കുന്ന പുത്രരെ, നിങ്ങൾ പുത്രസഹജമായ വിധേയത്വത്തിൻ്റെ ചൈതന്യത്തിൽ നിങ്ങളുടെ അമ്മയുടെ പ്രവർത്തനത്തിൽ പരിപൂർണമായി വിശ്വസിച്ചുകൊണ്ട് ജീവിക്കുക. എൻ്റെ ഹൃദയത്തിന് ആത്മാർപ്പണം ചെയ്ത ഒരു വൈദികൻ്റെ മേൽ എന്നിൽ നിന്ന് നിർഗമിക്കുന്ന പ്രത്യേക വാത്സല്യം ഉണ്ടായിരിക്കും. ഈ വാത്സല്യം അധികമധികം സുശക്തവും സുവ്യക്തവുമായി തീരുകയും ഇക്കാര്യം അവൻ്റെ ആത്മാവ് കൂടുതൽ കൂടുതൽ വ്യക്തമായി ഗ്രഹിക്കുകയും ചെയ്യുന്നു. അമ്മ എന്ന നിലയിലുള്ള എൻ്റെ പ്രവർത്തനം നിങ്ങളോടുകൂടെ പൂർവോപരി പരിപൂർണമായി നിർവഹിക്കുവാൻ എനിക്ക് സാധിക്കും. ഏവം വിധം നിങ്ങളിലൂടെ പ്രവർത്തിക്കുന്നതിന് ഞാൻ പ്രാപ്തിയായിത്തീരുന്നു. എന്തുകൊണ്ടെന്നാൽ എൻ്റെ വിമല ഹൃദയത്തിന് നിങ്ങൾ നടത്തിയ പ്രതിഷ്ഠ മൂലം നിങ്ങളെ തന്നെ കൊച്ചുകുട്ടികളെപ്പോലെ എൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. ഇങ്ങനെ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ സ്വരം കേൾക്കാം. ഞാൻ നിങ്ങളെ നയിക്കുന്നത് വിധേയത്വത്തോടു കൂടെ എന്നെ നിങ്ങൾ അനുവദിക്കുന്നു. എൻ്റെ സ്വന്തം പുണ്യങ്ങളാൽ നിങ്ങളെ ഞാൻ അണിയിക്കുന്നു. എൻ്റെ ആഹാരം കൊണ്ട് ഞാൻ നിങ്ങളെ പോറ്റുന്നു. എൻ്റെ മാതൃസഹജമായ പ്രവൃത്തികളുടെ സൗരഭ്യത്താൽ ഉപരി ആത്യന്തികമായി നിങ്ങൾ എന്നിലേക്ക് ആകർഷിക്കപ്പെടുകയും തദ്വാര നിങ്ങൾ കുഞ്ഞുങ്ങളും ദരിദ്രരും വിനീതരും ലളിതമനസ്കരും ശുദ്ധതയുള്ളവരും ആയിത്തീരുകയും ചെയ്യുന്നു. സർവോപരി സ്വർഗത്തിലെന്നപോലെ ദിവ്യകാരുണ്യ കൂദാശയിൽ സന്നിഹിതനായിരിക്കുന്ന യേശുവിൻ്റെ പക്കലേക്ക് നിങ്ങളെ ഞാൻ സാവകാശം കൊണ്ടുവരുന്നു. നിങ്ങൾക്ക് എന്നിൽ നിന്നും പ്രാർത്ഥനയുടെ അഭിരുചി ലഭിക്കുന്നു. ആരാധനയുടെ പ്രാർത്ഥനയിൽ, കൃതജ്ഞതയുടെ പ്രാർത്ഥനയിൽ, പാപപരിഹാരത്തിൻ്റെ പ്രാർത്ഥനയിൽ. ഉപേക്ഷിക്കലിൻ്റെ സ്നേഹശൂന്യതയും നിശബ്ദതയും നിങ്ങൾക്കിടയിൽ ദിവ്യകാരുണ്യത്തിൽ വസിക്കുന്ന എൻ്റെ പുത്രൻ യേശുവിനെ എത്ര കൂടുതലായി ആവരണം ചെയ്യുന്നുവോ അത്ര കൂടുതലായി എൻ്റെ പുത്രന്മാരുടെ സ്വരങ്ങൾ ഞാൻ സമാഹരിക്കുന്നു. അവ എൻ്റെ സ്വരത്തോട് ചേർത്ത് ഇവിടെ ഈ ഭൂമിയിൽ സ്നേഹത്തിൻ്റെ ശ്രുതിമധുരമായ ഒരു സംഗീതമായി എൻ്റെ മകന് അവൻ്റെ ഹൃദയത്തെ ആശ്വസിപ്പിക്കാൻ ഞാൻ സമർപ്പിക്കും. ഞാൻ ഒരുക്കുന്ന സൈന്യം ഇതാണ്. ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഇപ്പോൾ ഞാൻ സമാഹരിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ വൈദികരുടെ സൈനിക വ്യൂഹം ഇതത്രേ. എൻ്റെ വിമല ഹൃദയത്തിന് ആത്മാർപ്പണം ചെയ്ത കൊച്ചു കുഞ്ഞുങ്ങളുടെ നിഗൂഢമായ ഒരു സൈന്യനിര. പാപപ്രായശ്ചിത്തത്തിൻ്റെയും പാപപരിഹാരത്തിൻ്റെയും അടയാളമായി അവരെ യേശു പിതാവിനെ അർപ്പിക്കേണ്ടതിന് ഞാൻ അവരെ അധികമധികം എന്നോട് സദൃശ്യരാക്കുന്നു. ആകയാൽ ഞാൻ നിങ്ങളോട് വീണ്ടും പറയുന്നു, സർവത്ര വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നതും സർവ്വതിനെയും തന്നിലേക്ക് ആമഗ്നമാക്കിക്കൊണ്ടിരിക്കുന്നതുമായ തിന്മയെ നിങ്ങൾ കാര്യമാക്കേണ്ടതില്ല. സാത്താൻ സഭയുടെ ഉള്ളിൽ പോലും തിന്മ വ്യാപിപ്പിക്കുന്നതിൽ വിജയിച്ചതായി നിങ്ങൾ കാണുമ്പോഴും അതിനെ നിങ്ങൾ അവഗണിക്കുക. നിങ്ങളുടെ നോട്ടം എന്നിലേക്ക് മാത്രം തിരിക്കുക. നിങ്ങളുടെ അമ്മയായ ഞാൻ എൻ്റെ നിരവധി വൈദിക സുതരെ മുൻകാലഘട്ടത്തേക്കാൾ കൂടുതലായി എൻ്റെ ഹൃദയത്തിലേക്ക് നിശബ്ദമായി ആനയിക്കുന്നു എന്ന വലിയ നന്മയെപ്പറ്റി പരിചിന്തിക്കുക. ജൂലൈ 26, 1976. വിശുദ്ധ യോവാക്കിം ആൻഡ് അന്ന. 104. എൻ്റെ സമയം. പ്രിയപുത്രരെ, എൻ്റെ സമയം ദിവസങ്ങൾ കൊണ്ട് അടയാളപ്പെടുത്താവുന്നതല്ല. എൻ്റെ സമയം എൻ്റെ മാതൃഹൃദയത്തിൻ്റെ സ്പന്ദനങ്ങൾ കൊണ്ട് മാത്രമേ അളക്കാൻ സാധിക്കുകയുള്ളൂ.
എൻ്റെ മക്കളെ, ഈ ഹൃദയത്തിൻ്റെ ഓരോ സ്പന്ദനവും നിങ്ങൾക്ക് വേണ്ടിയുള്ള രക്ഷയുടെയും കാരുണ്യത്തിൻ്റെയും ഓരോ പുതിയ ദിവസങ്ങളെ കുറിക്കുന്നു. അതുകൊണ്ട് വിശ്വാസത്തിൽ മാത്രം ജീവിക്കുന്നതിന് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. പിതാവിൻ്റെ ദയാമസൃണമായ സ്നേഹത്തിലുള്ള വിശ്വാസത്തിലും നിങ്ങളുടെ സ്വർഗീയ മാതാവിൻ്റെ പ്രവർത്തനത്തിൻ്റെ വിശ്വസ്തതയിലും നിങ്ങളുടെ സമയം അളക്കപ്പെടണം. തിരുസഭ ഇന്ന് എൻ്റെ മാതാപിതാക്കളായ യോവാക്കിമിൻ്റെയും അന്നയുടെയും സ്മരണ ആചരിക്കുന്നു. ഈ വിശ്വാസത്തിൽ ജീവിച്ച അവർ നിങ്ങൾക്ക് മാതൃകകളാണ്. വിശുദ്ധരും ദൈവത്തിൻ്റെ സ്നേഹിതരുമായ എല്ലാവരും ഈ വിശ്വാസത്തിൽ ജീവിച്ചു. സർവശക്തൻ ഓരോ കാലഘട്ടത്തിലും തൻ്റെ പദ്ധതി സാക്ഷാത്കരിക്കുന്നതിന് ഈ വിശ്വാസത്തെ മാത്രം എപ്പോഴും ഉപയോഗിക്കുന്നു. മിക്കപ്പോഴും സർവരുടെയും പ്രതീക്ഷയ്ക്കെതിരായി ആരും പ്രതീക്ഷിക്കാത്ത സമയത്ത് അവിടുന്ന് ഇത് സാക്ഷാത്കരിക്കുന്നു. ഇപ്രകാരമാണ് പാവപ്പെട്ടവരും വിനീതരുമായ ഈ രണ്ട് സൃഷ്ടികളിലൂടെ നിങ്ങളുടെ സ്വർഗീയ അമ്മയുടെ ജനനത്തിനു വേണ്ടി കളമൊരുക്കുവാൻ അവിടുന്ന് വിളിച്ച ഇവരിലൂടെ ദൈവത്തിൻ്റെ മഹാപദ്ധതി പൂർത്തീകരിക്കപ്പെട്ടത്. വസ്തുതകൾ നൽകുന്ന പ്രത്യക്ഷ തെളിവുകൾ വിപരീതമായി ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വാസ്യത അർപ്പിക്കുവാൻ നിങ്ങളുടെ മാതാവ് വിളിക്കപ്പെട്ടു. അങ്ങനെ അവൾ വചനത്തിൻ്റെ അമ്മയായി തീരുകയും തൻ്റെ പുത്രൻ യേശുവിനെ നിങ്ങൾക്കായി തരികയും ചെയ്തു. എൻ്റെ വിമല ഹൃദയത്തിൻ്റെ വിജയത്തെപ്പറ്റിയും അതിനു മുമ്പ് നടക്കാനിരിക്കുന്ന വേദനാജനകമായ ശുദ്ധീകരണത്തെപ്പറ്റിയും ഞാൻ ഇപ്പോൾ നിങ്ങളെ അറിയിക്കുന്നു. ഇത് ശുദ്ധീകരണത്തിൻ്റെ സമയമാണെന്നും ഇവ എൻ്റെ വിജയത്തിൻ്റെ വർഷങ്ങളാണെന്നും ഞാൻ നിങ്ങളോട് പറഞ്ഞു. എന്നാൽ ഭാവിയെപ്പറ്റി സൂക്ഷ്മമായി പരിശോധന നടത്തിക്കൊണ്ടും വർഷങ്ങളും മാസങ്ങളും ദിവസങ്ങളും എണ്ണിക്കൊണ്ടും ആ ദിവസം ഏതെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കരുത്. അങ്ങനെ ചെയ്താൽ നിങ്ങൾ ഉത്കണ്ഠയ്ക്കും മനഃശാഞ്ചല്യത്തിനും വിധേയരാവുകയും വിലയേറിയ സമയം നിങ്ങൾ നഷ്ടപ്പെടുത്തുകയും ചെയ്യും. എൻ്റെ വത്സലസുതരേ, എൻ്റെ സമയം ഈ വിധം അളക്കപ്പെടേണ്ടതല്ല. എൻ്റെ വിമല ഹൃദയത്തിൻ്റെ വിജയം ഇപ്പോൾ കൈവരുത്താൻ വേണ്ടി ഞാൻ തിരഞ്ഞെടുക്കുകയും രൂപം കൊടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഉപകരണങ്ങളായി നിങ്ങൾക്ക് എന്നിലുള്ള വിശ്വാസം കൊണ്ട് മാത്രമേ എൻ്റെ സമയം അളക്കാൻ സാധിക്കുകയുള്ളൂ. ജൂലൈ 31, 1976. 105. നിങ്ങളുടെ വൈഷമ്യങ്ങൾ. വത്സലപുത്രന്മാരെ, പൂർണ്ണ വിശ്വാസത്തോടെ നിങ്ങൾ എന്നെ പിന്തുടരുക. വഴിയിൽ അഭിമുഖീകരിക്കേണ്ട വൈഷമ്യങ്ങളാൽ നിങ്ങൾ സംഭ്രമചിത്തരാകരുത്. എൻ്റെ വിമല ഹൃദയത്തിന് നിങ്ങൾ അർപ്പിച്ചിട്ടുള്ള പൂർണ്ണമായ സമർപ്പണ ജീവിതത്തിൽ വളരുന്നതിന് ദൈവം നിങ്ങളെ അനുവദിച്ചു തരുന്നതത്രേ ഈ വൈഷമ്യങ്ങൾ. അവ നിങ്ങളുടെ അഭിരുചിക്കും മമതയ്ക്കുമനുസരിച്ച് മാത്രം കാര്യങ്ങൾ കാണുന്നതിനും അവയെപ്പറ്റി പരിചിന്തിക്കുന്നതിനും നിങ്ങളുടെ ഹൃദയത്തെ വേർപെടുത്തുകയും എൻ്റെ പുത്രൻ യേശുവിൻ്റെ ഹൃദയത്തിന് അനുരൂപമായി സർവവും ദർശിക്കുന്നതിനും അവയെപ്പറ്റി പരിചിന്തിക്കുന്നതിനും സാവകാശമായി നിങ്ങളെ പരിശീലിപ്പിക്കുകയും ചെയ്യും. ഓരോ വിഷമതകൾക്ക് ശേഷവും യേശുവിൻ്റെ ജീവൻ നിങ്ങളിൽ വളർന്നു വരുന്നതായി ഞാൻ കാണുന്നു. ഇതാണ് എൻ്റെ മാതൃഹൃദയത്തിന് ലഭിക്കുന്ന ഏക ആശ്വാസം. എൻ്റെ മക്കളെ, എൻ്റെ വ്യക്തിപരമായ സ്വാധീന ശക്തിയുടെ പ്രവർത്തനത്തിൽ നിങ്ങളുടെ ജീവിതത്തിന് യഥാർത്ഥത്തിൽ മാറ്റമുണ്ടാക്കുന്നുവെന്ന സത്യത്തെക്കുറിച്ച് നിങ്ങൾ ബോധവാന്മാരാകുന്നില്ലേ? ആന്തരിക വൈഷമ്യങ്ങളാണ് നിങ്ങളുടെ ആത്മാക്കൾക്ക് കൂടുതൽ വേദന നൽകുന്നത്. നിങ്ങൾ എൻ്റേതാണ്, എങ്കിലും നിങ്ങൾക്ക് ലോകത്തോടും ആകർഷണം തോന്നുന്നു. എൻ്റെ പരിശുദ്ധിയാൽ അണിയപ്പെട്ടിരിക്കുന്നു, എങ്കിലും ശരീരത്തിൻ്റെ പ്രലോഭനങ്ങളിൽ നിന്നുണ്ടാകുന്ന ക്ലേശങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നു. നിങ്ങളിൽ ചിലർ ഇതേപ്പറ്റി പരാതി പറയുകയും ഇതിൽ നിന്ന് വിമുക്തരാകാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. എന്നിരുന്നാലും എൻ്റെ പ്രിയപുത്രരെ, നിങ്ങൾ സഹിക്കുന്ന ഈ ആന്തരിക ക്ലേശം സ്വാർത്ഥത്തിൽ നിന്ന് നിങ്ങൾ മോചനം പ്രാപിച്ച് പുണ്യത്തിൽ വളരാൻ എത്രമാത്രം നിങ്ങളെ സഹായിക്കുന്നത്. ഒരിക്കലും നിങ്ങളെ തന്നെ നോക്കരുത്. എത്ര കൂടുതൽ സൗന്ദര്യവിഹീനരായി നിങ്ങളെ കാണുന്നുവോ അത്ര കൂടുതലായി എനിക്കും എൻ്റെ പുത്രൻ യേശുവിനും നിങ്ങൾ സൗന്ദര്യമുള്ളവരായി കാണപ്പെടും. എൻ്റെ മേലങ്കിയാണ് നിങ്ങളെ ആവരണം ചെയ്യുന്നത്. എൻ്റെ വിശുദ്ധിയാണ് നിങ്ങളെ തേജോമയന്മാരാക്കുന്നത്. ബാഹ്യമായ വിഷമതകൾ. ആന്തരികമായവയ്ക്കു പുറമേ ബാഹ്യമായ വിഷമതകളുമുണ്ട്. തെറ്റിദ്ധാരണകൾ, വിമർശനം എന്നിവയാണ് നിങ്ങളെ വലയം ചെയ്യുന്ന വിഷമതകൾ. ചിലപ്പോൾ പരിഹാസവും അപവാദവും കൂടി നിങ്ങൾക്കെതിരെ ഉണ്ടാകുന്നതിനായി ഞാൻ അനുവദിക്കുന്നു. നിങ്ങൾക്കാഘാതമേൽപ്പിക്കുന്നതിനും നിങ്ങളെ നിരാശരാക്കുന്നതിനും പരിഹാസവും അപവാദവും മറ്റേതു ഉപകരണങ്ങളെക്കാളുപരി എൻ്റെ ശത്രു ഉപയോഗിക്കുന്നു. നിങ്ങൾ എவ்விധമാണ് പ്രത്യുത്തരിക്കേണ്ടത്? യേശു ചെയ്തതുപോലെ തന്നെ, മൗനത്തിലും പ്രാർത്ഥനയിലും പിതാവുമായ ഗാഢമായ ഐക്യത്തിൽ ജീവിക്കുന്ന ജീവിതത്താലും. പിതാവിൻ്റെ പ്രകാശത്തിൽ അസത്യമായിട്ടുള്ളതെല്ലാം
നന്മ അല്ലാത്തതെല്ലാം, വഞ്ചന, അപവാദം തുടങ്ങിയവയെല്ലാം സൂര്യൻ്റെ മുമ്പിൽ മൂടൽ മഞ്ഞെന്നതുപോലെ അപ്രത്യക്ഷമാകുന്നു. നിങ്ങൾ എൻ്റെ വിമല ഹൃദയത്തിലാകയാൽ നിങ്ങൾ യാതൊന്നും സ്പർശിക്കുകയില്ല. നിങ്ങൾക്ക് ഉപദ്രവമുണ്ടാക്കുന്നതിനും മനഃപൂർവ്വം ശ്രമിക്കുന്നവർ തങ്ങളുടെ ദ്രോഹോദ്യമങ്ങളിൽ വിജയിക്കുകയില്ല. നല്ല മനസാക്ഷിയോടുകൂടെ പ്രവർത്തിക്കുന്നവർ തിന്മ നിങ്ങളെ സമീപിക്കുന്നതിന് മുമ്പ് തന്നെ യാഥാർത്ഥ്യത്തിൻ്റെ വെളിച്ചം കാണും. ഇപ്പോൾ ആഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റിൻ്റെ മധ്യേയും നിങ്ങൾ സമാധാനത്തിൽ വ്യാപരിക്കും. ഇവയ്ക്ക് പുറമെ നിങ്ങളുടെ സമയം നിമിത്തമുണ്ടാകുന്ന വിഷമതകൾ നിങ്ങൾ നേരിടേണ്ടി വരും. പ്രിയ സുതരെ, എത്ര സൂക്ഷ്മതയോടെയാണ് നിങ്ങളുടെ ഈ സമയത്തിനു വേണ്ടി നിങ്ങൾക്ക് ഞാൻ രൂപം നൽകിയതും നിങ്ങളെ സന്നദ്ധരാക്കിയതും. ഈ വൈഷമ്യങ്ങൾ നിങ്ങൾക്കുണ്ടാകുവാൻ ഞാൻ അനുവദിക്കുന്നത് ഈ സമയത്ത് ഞാൻ സാക്ഷാത്കരിക്കുന്ന എൻ്റെ പദ്ധതിക്ക് എൻ്റെ കരങ്ങളിൽ നിങ്ങൾ പൂർവാധികം വിധേയത്വമുള്ള ഉപകരണങ്ങൾ ആകേണ്ടതിന് കൂടിയാണ്. ലോകമാസകലം പടർന്നു പിടിക്കുന്ന നിരീശ്വരത്വം, തിരുസഭയ്ക്കുള്ളിൽ ഇപ്പോഴും വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികൾ, സർവത്ര വിതയ്ക്കപ്പെടുന്ന അബദ്ധപ്രബോധനങ്ങൾ, ഇവയാണ് പ്രചണ്ഡമായ കൊടുങ്കാറ്റിൻ്റെ തിരമാലകൾ. ഈ കൊടുങ്കാറ്റിൽ എൻ്റെ സമാധാനമായിരിക്കുവാൻ നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ ശാന്തരാകുക, പ്രശാന്തതയിൽ വ്യാപരിക്കുക, വിശ്വാസത്തിൽ വസിക്കുക. പ്രിയമുള്ളവരെ, ഇന്നത്തെ ഈ വചനവായന ഇവിടെ അവസാനിക്കുമ്പോൾ ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. അവിടുത്തെ വലിയ സ്നേഹം നമ്മളെ ഇത്രയും ദിവസങ്ങളിൽ കരം പിടിച്ച് നടത്തിയതിന് ഓർത്ത് നന്ദി പറയുന്നു. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. അവിടുത്തെ നാമത്തിന് എന്നും പുകഴ്ചയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം നമുക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കട്ടെ. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ മഹത്വം. ആമേൻ.